പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, സ്വർഗാരോഹണ തിരുനാൾ കഴിഞ്ഞ് പെന്തക്കൊസ്തിക്കായി നാം ഒരുങ്ങി കാത്തിരിക്കേണ്ട ദിനങ്ങളാണല്ലോ ഇന്നു മുതലുള്ള 10 ദിവസങ്ങൾ. ഒരു പുതിയ പെന്തക്കൊസ്തി അനുഭവത്തോടെ സുവിശേഷ ചൈതന്യത്താൽ നിറയാനും സുവിശേഷത്തിന്റെ സാക്ഷികളായി തീരുവാനും പരിശുദ്ധാത്മ അഭിഷേകം ലഭിക്കുവാനായി ആഗ്രഹിച്ച് ഒരുക്കത്തോടെ ഈ പെന്തക്കൊസ്തി കാത്തിരിപ്പിന്റെ ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഏതൊരു പുതിയ തുടക്കത്തിന് പിന്നിലും ഒരുക്കത്തോടു കൂടിയ ഒരു കാത്തിരിപ്പുണ്ട്. അബ്രഹാമിന്റെ കാത്തിരിപ്പും അതുവഴി ദൈവം രൂപപ്പെടുത്തിയ ദൈവജനത്തെയും ഓർക്കുക. ഈ ദൈവജനത്തെ, അതായത് ഇസ്രായേൽ ജനത്തെ, അവിടുന്ന് ഉടമ്പടി ചെയ്ത് സ്വന്തമാക്കി. അവരുടെ തുടരെയുള്ള അവിശ്വസ്തത മൂലം ദൈവം ദാവീദിലൂടെ തന്റെ ഉടമ്പടി നവീകരിച്ചു. ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ അതിന് വീണ്ടും ഒരു പുതിയ തുടക്കമിട്ടു. ഇതിനു പിന്നിലെ ദൈവത്തിന്റെയും ദൈവത്തോട് സഹകരിച്ച അനേകം ദൈവഭക്തരുടെയും സുദീർഘമായ കാത്തിരിപ്പിന്റെ കാലം നമുക്ക് ദർശിക്കാനാവും. ഉദാഹരണമായി ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 25 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിലെ ശിമയോനെയും ഹന്നായെയും ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചിരുന്നവരെയും ഓർക്കുക. അതുപോലെ പെന്തക്കൊസ്തി സംഭവത്തോടെയുള്ള സഭയുടെ തുടക്കത്തിന് പിന്നിലും ഒരു കാത്തിരിപ്പുണ്ട്. യേശു തമ്പുരാന്റെ പെസഹ രഹസ്യങ്ങൾ നെഞ്ചോട് ചേർത്ത് ഭജനമിരുന്ന ഒരു കൊച്ചു സമൂഹത്തിന്റെ കാത്തിരിപ്പാണ് പെന്തക്കൊസ്തി സംഭവത്തോടെയുള്ള സഭയുടെ തുടക്കത്തിന് പിന്നിലുള്ളത്. വചനത്തിന്റെ പൊരുൾ ഗ്രഹിക്കാൻ തക്കവിധം ആന്തരിക നയനങ്ങൾ കൃപയാൽ തുറക്കപ്പെട്ട് ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ധരിച്ച് ഭൂമിയുടെ അതിർത്തികൾ വരെ സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ട ആത്മീയ ചൈതന്യം പ്രാപിക്കാനുള്ള കാത്തിരിപ്പായിരുന്നു അത്. ഇതാ, എന്റെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. ലൂക്ക 24:44 മുതൽ 49 വരെയുള്ള വാക്യങ്ങളിലെ നമ്മുടെ കർത്താവിന്റെ ഈ കൽപ്പനയനുസരിച്ചാണ് ദൈവമാതാവും ശ്ലീഹന്മാരും സെഹിയോൻ മാളികയിൽ പ്രാർത്ഥിച്ച് കാത്തിരുന്നത്. അതിന്റെ ഫലമായി പരിശുദ്ധ അമ്മയുടെയും ശ്ലീഹന്മാരുടെയും മേൽ മാത്രമല്ല, ആകാശത്തിൻ കീഴിലുള്ള സകല ജനപദങ്ങളിൽ നിന്ന് വന്ന ഭക്തരായ യഹൂദരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിക്കാൻ ഇടയായി. ദൈവമാതാവും ശ്ലീഹന്മാരും ഈ ദിവസങ്ങൾ ഭജനകാലമായി ഉപയോഗിച്ചിരുന്നതുപോലെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാത്ത ആശ്രമവാസികൾ പുതു ഞായറാഴ്ച മുതൽ പെന്തക്കൊസ്തി വരെയുള്ള ദിവസങ്ങൾ നോമ്പാചരിച്ചിരുന്നു എന്ന് ധന്യൻ മാർ ഇവാനിയോസ് പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ ഇന്ന് സഭയിലും കാത്തിരിപ്പിന്റെ കാലയളവിനെ നവമായ പെന്തക്കൊസ്തി അനുഭവം പ്രാപിക്കാനുള്ള ഭജന ദിനങ്ങളും നോമ്പ് കാലവുമായി ആചരിക്കണമെന്നാണ് ധന്യൻ മാർ ഇവാനിയോസ് പിതാവ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. അതുവഴി ഇന്ന് നമ്മുടെ ഇടയിൽ ഉത്ഥാന പ്രതീക്ഷയുടെ പൂർത്തീകരണത്തിന്റെ അനുഭവമുണ്ടാകണം. പെന്തക്കൊസ്തി കാത്തിരിപ്പ് ധ്യാനത്തിന്റെ 1ഉം 2ഉം ദിവസങ്ങളിൽ നമ്മുടെ ധ്യാനത്തിനായി തിരുസഭ നൽകിയിട്ടുള്ള സുവിശേഷ ഭാഗം കൂടെ നമുക്ക് ധ്യാന വിഷയമാക്കാം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 57 മുതൽ 62 വരെയുള്ള വാക്യങ്ങൾ. ഈ സുവിശേഷ ഭാഗത്ത് യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിച്ച 3 പേരുടെ പ്രതികരണവും യേശു അവർക്ക് നൽകിയ മറുപടികളുമാണ് നാം കാണുന്നത്. ഒരുവൻ യേശുവിനോട് പറഞ്ഞു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും. യേശു അവനോട് മറുപടി പറഞ്ഞു, കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല. യേശു വേറൊരുവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും. യേശു പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. മറ്റൊരുവൻ യേശുവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം,
പക്ഷേ ആദ്യം പോയി എൻ്റെ വീട്ടുകാരോട് വിട വാങ്ങാൻ അനുവദിക്കണം. യേശു പറഞ്ഞു, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. ശിഷ്യത്വത്തിന്റെ പാതയിൽ യേശു നൽകുന്ന 3 പ്രധാനപ്പെട്ട സന്ദേശങ്ങളാണ് ഇതുവഴി നമുക്ക് ലഭിക്കുന്നത്. 1. കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല. അതായത് യേശുവിനെ അനുഗമിക്കുന്നവർ യാതൊരു സുരക്ഷിതത്വവുമില്ലാത്ത പരിത്യാഗപൂർണമായ പാതയിലൂടെ ഗുരുവിനെ അനുഗമിക്കണം. 2. കർത്താവെ, ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും എന്ന് ഒരുവൻ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. അതായത് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം മരിച്ച പിതാവിനെ സംസ്കരിക്കേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. പക്ഷേ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കേണ്ടത് മരിച്ച പിതാവിനെ സംസ്കരിക്കുക എന്നതിനേക്കാൾ പ്രധാനമായ അനിവാര്യമായ കാര്യമാണ്. 3. മറ്റൊരുവൻ യേശുവിനോട് പറഞ്ഞു, കർത്താവെ, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷെ ആദ്യം പോയി എൻ്റെ വീട്ടുകാരോട് വിട വാങ്ങാൻ അനുവദിക്കണം. യേശു പറഞ്ഞു, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. അതായത് ശിഷ്യത്വത്തിന്റെ പാതയിൽ യേശുവിനെ അനുഗമിക്കാനായി ഇറങ്ങിത്തിരിക്കുന്നവർ ഒരു കാരണവശാലും പിന്തിരിയാൻ പാടില്ല. ശിഷ്യത്വത്തിന് നൽകേണ്ട ഈ വില സുവിശേഷ ശുശ്രൂഷയ്ക്കും അതുവഴിയുള്ള ദൈവരാജ്യ വ്യാപ്തിക്കും അനിവാര്യമായ കാര്യങ്ങളാണ്. പെന്തക്കൊസ്തി കാത്തിരിപ്പിന്റെ ഈ ദിനങ്ങളിൽ ക്രിസ്തു ശിഷ്യത്വത്തിനു വേണ്ട ഈ ഗുണങ്ങൾ ധ്യാനപൂർവം ആർജിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. പെന്തക്കൊസ്തി കാത്തിരിപ്പ് 2-ാം ദിവസം നമ്മുടെ വിചിന്തനത്തിനും ധ്യാനത്തിനുമായി നൽകപ്പെട്ടിട്ടുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീലയിലെ മലയിലേക്ക് പോയി. യേശു അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. യേശുവിനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഉത്ഥിതനായ കർത്താവ് തന്റെ ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെട്ട് പ്രേക്ഷിത ദൗത്യം നൽകുന്ന വചനഭാഗമാണിത്. പെന്തക്കൊസ്തി കാലം ആത്മാവിന്റെ ശക്തിയാൽ വചനം വ്യാപിക്കേണ്ട കാലമാണ്. സഭയുടെ വ്യാപ്തിയുടെ കാലം. സകലരോടും ഉത്ഥിതനായ കർത്താവിനെയും അവിടുത്തെ സുവിശേഷത്തെയും പ്രഘോഷിച്ച് അവരെ ശിഷ്യപ്പെടുത്തി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം നൽകി യേശു പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും അവരെ പഠിപ്പിക്കുകയും വേണം. അങ്ങനെ ഭൂമിയിൽ ദൈവരാജ്യം വ്യാപിക്കണം. ഇത് നാം ഓരോരുത്തരും വ്യക്തിപരമായി ചെയ്യേണ്ട കാര്യമല്ല. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന് നമ്മോട് വാഗ്ദാനം ചെയ്ത കർത്താവ് തൻ്റെ സഭാഗാത്രത്തിലൂടെ വചനത്തിന്റെ ശക്തിയാലും ആത്മാവിന്റെ പ്രവർത്തനത്താലും നിർവഹിക്കുന്ന ശുശ്രൂഷയാണ്. അതിനാൽ നാം സഭാഗാത്രത്തോട് ചേർന്ന് നിന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവവുമായുള്ള ഐക്യത്തിൽ നിർവഹിക്കേണ്ട ശുശ്രൂഷയാണിത്. 4 സുവിശേഷങ്ങളിലും ഉത്ഥിതനായ കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ ശിഷ്യഗണത്തെ പ്രേക്ഷിത ദൗത്യം ഭരമേൽപ്പിക്കുന്നു. അവിടുത്തെ സുവിശേഷം ഭൂമിയുടെ അതിർത്തികൾ വരെ എത്തണം. സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കണം. അതിന് ഓരോരുത്തരും തനിയെ ഇറങ്ങി തിരിച്ചാൽ പോരാ. പിന്നെയോ പരിശുദ്ധ അമ്മയും ശിഷ്യഗണവും ഒരുമിച്ച് പ്രാർത്ഥിച്ച് കാത്തിരുന്നതുപോലെ കർത്താവിന്റെ പെസഹ രഹസ്യങ്ങൾ, അവിടുത്തെ ദിവ്യ പ്രബോധനങ്ങൾ, ഇവ ധ്യാനിച്ച് നാം കാത്തിരിക്കണം. ഇവ ധ്യാനിച്ച് ഉന്നതത്തിൽ നിന്നുള്ള
ശക്തി പ്രാപിച്ചുകൊണ്ടാണ് നാം സുവിശേഷ ദൗത്യം നിർവഹിക്കേണ്ടത്. കാത്തിരിപ്പിന്റെ കാലയളവ് നമുക്ക് യേശുവിനെയും യേശുവിന്റെ ദിവ്യ പ്രബോധനങ്ങളെയും അവിടുത്തെ രക്ഷാകര പ്രവർത്തനങ്ങളെയും ധ്യാനിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ദൈവിക പദ്ധതി പൂർത്തീകരിക്കാനായി നമ്മെ തന്നെ സമർപ്പിക്കേണ്ട കാലം. രാത്രി കാലങ്ങളിൽ ജാഗരണത്തോടും പ്രാർത്ഥനയോടും കൂടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ മറഞ്ഞിരിക്കുന്ന കർത്താവിനെ കണ്ടെത്താനും അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനും പരിശ്രമിക്കേണ്ടത് അനിവാര്യമാണ്. ഇത് നമ്മുടെ ഒരു പ്രധാന തപസ്സായി മാറണം. രാത്രിയുടെ യാമങ്ങളിൽ മൗനത്തിലും ഏകാന്തതയിലും വചനം ധ്യാനിച്ച് വിശുദ്ധ വേദത്തിൽ മറഞ്ഞിരിക്കുന്ന പൊരുൾ ഗ്രഹിക്കുകയും സ്വജീവിതത്തെ അനുതാപപൂർവം കണ്ണുനീരിൽ കഴുകി വെടിപ്പാക്കുകയും ചെയ്യുന്നവരുടെ അടുക്കൽ നമ്മുടെ കർത്താവ് തന്റെ വിശുദ്ധ ദൂതന്മാരോടൊത്ത് വന്നു ചേരുമെന്നാണ് ധന്യൻ മാർ ഇവാനിയോസ് പിതാവ് പറയുന്നത്. ധ്യാന കുസുമങ്ങൾ പേജ് 169 ഇത് പിതാവ് വ്യക്തമാക്കുന്നുണ്ട്. ഇപ്രകാരമുള്ള ഒരു കാത്തിരിപ്പ് നമ്മിലും സഭയിൽ ആകമാനവും ഉണ്ടാകണം. എല്ലാറ്റിനും വഴിയൊരുക്കുന്നവനും എല്ലാം പൂർത്തിയാക്കുന്നവനുമായ പരിശുദ്ധാത്മാവിൻ്റെ നവീനവും അതിശക്തവുമായ ഇടപെടലിന് വഴിയൊരുക്കാൻ ഉത്ഥിതനായ കർത്താവിനോട് ചേർന്ന് സഭയോട് ചേർന്ന് നാം ധ്യാനിച്ച് കാത്തിരിക്കേണ്ട ദിനങ്ങൾ. അതുവഴി ഇന്ന് നമ്മുടെ ഇടയിൽ ഉത്ഥാന പ്രതീക്ഷയുടെ പൂർത്തീകരണത്തിൻ്റെയും ആത്മനിറവിൻ്റെയും അനുഭവമുണ്ടാകണം. ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ധരിക്കാനായി നമുക്കും പ്രാർത്ഥിച്ച് കാത്തിരിക്കാം. ഉത്ഥിതനായ കർത്താവുമായുള്ള കണ്ടുമുട്ടലിൻ്റെ അനുഭവത്തോടെ അവിടുത്തെ ദിവ്യവചസ്സുകൾ ധ്യാനിച്ച് ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കാനായി പ്രാർത്ഥിച്ച് കാത്തിരിക്കേണ്ട ദിനങ്ങളാണ് ഈ കാത്തിരിപ്പിൻ്റെ ദിനങ്ങൾ. നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് സഭ മുഴുവനെയും സമർപ്പിച്ച് സഭയോട് ചേർന്ന് ഹൃദയപൂർവമായ പ്രാർത്ഥനയോടെ നിരന്തര ധ്യാനത്തോടെ വചനത്തിൻ്റെ അതുല്യ ശക്തിയാൽ നിറഞ്ഞ് ആത്മചൈതന്യത്തോടെ സുവിശേഷം ഭൂമിയുടെ അതിർത്തികൾ വരെ എത്തിക്കുവാനുള്ള ശക്തി പ്രാപിക്കാനായി നമുക്കും പ്രാർത്ഥിച്ച് കാത്തിരിക്കാം. എല്ലാവരെയും ത്രിത്വൈക ദൈവത്തിൻ്റെ സ്നേഹ കൂട്ടായ്മയിൽ ഒന്നിപ്പിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അനേകര് യേശുവിൻ്റെ ദിവ്യ പ്രബോധനങ്ങൾ ശ്രവിച്ച് സുവിശേഷം സ്വീകരിച്ച് അവൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച് സഭയോട് ചേർന്ന് സകലരെയും ക്രിസ്തുവിൽ ഏകീകരിക്കുന്നതിന് ഇടയാകണം. അതിനായി പ്രാർത്ഥിച്ച് കാത്തിരിക്കാം. യേശുവിൻ്റെ സുവിശേഷം ഭൂമിയുടെ അതിർത്തികൾ വരെ എത്തിക്കുവാൻ ശക്തി പ്രാപിക്കാം. അങ്ങനെ സകലരെയും ശിഷ്യത്വത്തിൻ്റെ പാതയിലേക്ക് ആകർഷിച്ചടുപ്പിക്കാനുള്ള ശക്തി പ്രാപിക്കാം. അതുവഴി സഭയുടെ വ്യാപ്തി, ഭൂമിയിൽ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തി, കർത്താവിൻ്റെ ശരീരത്തെ പണിതുയർത്തുവാനുള്ള നമ്മുടെ ധർമ്മം വിസ്മരിക്കാതെ നമുക്ക് തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിൻ്റെ സുവിശേഷ ദൗത്യം ഏറ്റെടുക്കാം. അതിനായി സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ.